മറ്റുള്ളവരുടെ ബലഹീനതകളെ നോക്കി പരിഹസിക്കുന്നത് അനേകർക്കും ഒരു വിനോദം പോലെയാകും. എന്നാൽ ശരിയായ വഴികൾ പറഞ്ഞു തരുമ്പോൾ അതിനെ അവഗണിക്കുന്നതും പരിഹസിക്കലാകുന്നു എന്നറിയാമോ? ജീവസന്ദേശത്തിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. സദൃശവാക്യങ്ങൾ 9, 10 അധ്യായങ്ങളാണ് ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്ക് ആധാരം. സദൃശവാക്യങ്ങൾ 8-ാം അധ്യായം വരെ ആകുന്നുവല്ലോ നാം പഠിച്ചത്. ജ്ഞാനം ഒരു സ്കൂൾ ആരംഭിച്ചതിനെക്കുറിച്ചാണ് നാം 9-ാം അധ്യായത്തിൽ കാണുന്നത്. നമ്മുടെയൊക്കെ നാട്ടിൽ കോളേജിൽ എന്ന് വേണമെങ്കിൽ പറയാം. പ്രാഥമിക ക്ലാസ്സുകളിൽ നിന്നും യുവാവ് പഠിച്ച് വിജയിച്ച് ഇനിയിപ്പോൾ മുകളിലോട്ട് പോവുകയാണ്. 9-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 5 വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കാം. ജ്ഞാനമായവൾ തനിക്കൊരു വീട് പണിതു, അതിന് 7 തൂൺ നിർത്തി. അവൾ മൃഗങ്ങളെ അറുത്തു, വീഞ്ഞ് കലക്കി തൻ്റെ മേശ ചമയിച്ചുമിരിക്കുന്നു. അവൾ തൻ്റെ ദാസികളെ അയച്ചു, പട്ടണത്തിലെ മേടകളിൽ നിന്ന് വിളിച്ചു പറയിക്കുന്നത്, അല്പബുദ്ധിയായവൻ ഇങ്ങോട്ട് വരട്ടെ. ബുദ്ധിഹീനനോടോ അവൾ പറയിക്കുന്നത്, വരുവീൻ, എൻ്റെ അപ്പം തിന്നുകയും ഞാൻ കലക്കിയ വീഞ്ഞ് കുടിക്കുകയും ചെയ്യുവീൻ. ജ്ഞാനമായവൾ ഒരു വീട് പണിതു. ഇതത്ര ജ്ഞാനത്തിൻ്റെ കോളേജ്. 7 തൂണുകൾ അതിനുള്ളതായി പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിക്കുക. ആ 7 തൂണുകൾ തികവിനെയാണ് കാണിക്കുന്നത്. ഈ കോളേജ് നൽകുന്നത് തികഞ്ഞ ഒരു വിദ്യാഭ്യാസമാണ്. ബിരുദവും ബിരുദാനന്തര ബിരുദവും, അതെ, ഡോക്ടറേറ്റ് വരെ. നല്ല വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യതയെ നമുക്ക് കുറച്ച് കാണിക്കാതിരിക്കാം. നമ്മുടെ കർത്താവായ യേശു ഈ ഭൂമിയിലായിരുന്നപ്പോൾ വിദ്യാഭ്യാസം ഇല്ലാതിരുന്ന 12 പേരെ തൻ്റെ ശിഷ്യന്മാരായി തിരഞ്ഞെടുത്തതിനെ ചിലർ ചൂണ്ടിക്കാണിക്കാറുണ്ട്. തങ്ങൾക്ക് ചില വിദ്യാഭ്യാസം ഉള്ളത് ശിഷ്യന്മാരെക്കാൾ കൂടുതലാകുന്നു എന്ന് കാണിക്കുവാനാണ് ഇക്കൂട്ടർ ശ്രമിക്കുന്നത് വാസ്തവത്തിൽ. എന്നാൽ അപ്പോസ്തലന്മാരുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് പറഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തുവിനോട് കൂടി 3 വർഷം ചെലവഴിച്ച ആരും വിദ്യാഭ്യാസം ഇല്ലാത്തവരായിരുന്നു എന്ന് പറയുവാൻ ഞാൻ ധൈര്യപ്പെടില്ല. ആ 3 വർഷം മതിയല്ലോ. ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഉന്നതനായ ഗുരുവിൽ നിന്ന് നേരിട്ട് വളരെയേറെ അവർ പഠിച്ചിരുന്നു. അവനോടൊപ്പം ജീവിച്ചത് തന്നെ എത്ര വലിയ പാഠമാകുന്നില്ലേ? അത് വലിയ പഠനമാണ്. കർത്താവായ യേശുക്രിസ്തു ആകുന്നു ജ്ഞാനമെന്നും അവന് താങ്കൾക്കൊരു തികഞ്ഞ വിദ്യാഭ്യാസം തരുവാൻ കഴിയുമെന്നും നാം ഓർത്തിരിക്കണം. ഇവിടെ നാം വായിച്ചു, അവൾ മൃഗങ്ങളെ അറുത്ത് വീഞ്ഞ് കലക്കി തൻ്റെ മേശ ചമയിച്ചുമിരിക്കുന്നു എന്ന്. ഇപ്പോൾ സ്കൂളിലേക്ക് വന്ന് ഒരുക്കിയിരിക്കുന്ന വിഷയങ്ങൾ ആസ്വദിക്കുവാനുള്ള സമയമാണ്. അവൾ തൻ്റെ ദാസികളെ അയച്ച് പട്ടണത്തിലെ മേടകളിൽ നിന്നും വിളിച്ചു പറയിക്കുന്നത്, എന്തൊരു ചിത്രമാണ് ഇവിടെ നമുക്ക് നൽകിയിരിക്കുന്നത്. ഈ കാലത്ത് നമുക്കും ഇതേ ക്ഷണമുണ്ട്. ജ്ഞാനത്തിൻ്റെ സ്കൂളിലേക്ക് വരുവാനുള്ള ക്ഷണം ഭൂമിയുടെ അറ്റത്തോളം പോയിക്കൊണ്ടിരിക്കുന്നു. അതായത് കർത്താവായ യേശുവിങ്കലേക്ക് വരുവാനുള്ള ക്ഷണം. ഈ ക്ഷണം ഒരിക്കലും നിരസിക്കരുത്. ഇതിനോളം അനുഗ്രഹം ഈ ജീവിതത്തിൽ മറ്റൊന്നുമില്ല. 9-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ നാം കാണുന്നത്, ബുദ്ധിഹീനരെ ബുദ്ധിഹീനത വിട്ട് ജീവിപ്പീൻ, വിവേകത്തിൻ്റെ മാർഗത്തിൽ നടന്നുകൊള്ളുവീൻ. കേൾക്കാത്ത, ശ്രദ്ധിക്കാത്ത അനേകരുണ്ട്. അവർ പരിഹാസികളാണ്. അവരുടെ അടുത്ത് സമയം കളയുന്നത് കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല എന്നെനിക്ക് തോന്നാറുണ്ട്. മിക്കവാറും എല്ലാ പള്ളികളിലും ദൈവജനത്തെ എതിർക്കുന്ന ഒരു കൂട്ടത്തെ നിങ്ങൾ കണ്ടു എന്ന് വരാം. നാം അങ്ങനെയുള്ളവർക്ക് ദൈവവചനം കൊടുത്തുകൊണ്ടേ ഇരിക്കണം എന്നാണോ? ഞാൻ അങ്ങനെ ചിന്തിക്കുന്നില്ല. നിങ്ങളുടെ മുത്തുകളെ പന്നിയുടെ മുൻപിൽ ഇടരുതെന്ന് ക്രിസ്തു പറഞ്ഞിട്ടുണ്ട്. ഇത് നാം മറക്കരുത്. ഞാനൊരു ദോഷൈക ദൃക്കായി സംസാരിക്കുന്നു എന്ന് തോന്നുന്നോ? ഞാൻ പറയുന്നത് അനുഭവത്തിൽ നിന്നുമാണ്. നിങ്ങൾ ഏത് വാക്യം എടുത്ത് പ്രസംഗിച്ചാലും ഈ പറയുന്നവർ അതിലൊരു കുറ്റം കണ്ടുപിടിച്ച് പരിഹസിക്കും.
പല പ്രസംഗങ്ങളും കഴിയുമ്പോൾ ആ പ്രസംഗത്തിലെ പ്രധാന പോയിൻ്റ് എടുത്ത് ഏറ്റവും താണ തരത്തിൽ ഉപയോഗിക്കുന്ന ചിലരെ കണ്ടിട്ടില്ലേ? വാസ്തവത്തിൽ അവർ ദൈവവചനത്തെ പരിഹസിക്കുന്നവരാണ്. 7-ാം വാക്യം, 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കാം. പരിഹാസിയെ ശാസിക്കുന്നവൻ ലജ്ജ സമ്പാദിക്കുന്നു, ദുഷ്ടനെ ഭത്സിക്കുന്നവന് കറ പറ്റുന്നു. പരിഹാസി നിന്നെ പകയ്ക്കാതിരിക്കേണ്ടതിന് അവനെ ശാസിക്കരുത്. ജ്ഞാനിയെ ശാസിക്കുക, അവൻ നിന്നെ സ്നേഹിക്കും. ജ്ഞാനിയെ പ്രബോധിപ്പിക്കുക, അവൻ്റെ ജ്ഞാനം വർദ്ധിക്കും. നീതിമാനെ ഉപദേശിക്കുക, അവൻ വിദ്യാഭിവൃദ്ധി പ്രാപിക്കും. താങ്കൾ ദൈവവചനം ചിലരോട് പറഞ്ഞെന്നാൽ അവർ വാസ്തവത്തിൽ താങ്കളെ പകയ്ക്കും. യുഗങ്ങളായി കാണുവാൻ കഴിയുന്ന ഒരു ശൈലിയാണിത്. ആഴമില്ലാത്ത, ശൂന്യമായ, അജ്ഞരായ അനേകം ആളുകൾ അവർ ദൈവവചനം കൈക്കൊള്ളുകയേയില്ല. അവരോട് പറയുന്നത് നമ്മുടെ നാട്ടിലൊക്കെ പറയില്ലേ, പോത്തിനോട് വേദം ഓതുന്നത് പോലെയാകുന്നു എന്ന്. ബൈബിളിനെക്കുറിച്ച് എത്രമാത്രം അറിവില്ലായ്മ ഉണ്ട് എന്ന് ഗ്രഹിക്കാതെ ബൈബിൾ പഠിക്കുവാൻ താങ്കൾക്കും എനിക്കും സാധിക്കില്ല. എന്തായിരുന്നാൽ തന്നെയും പരിഹാസിക്ക് ദൈവവചനം പഠിക്കുവാൻ യാതൊരു താല്പര്യവും ഉണ്ടാകില്ല. അതവന് നൽകുക വഴി നാം സമയം കളയുക മാത്രമാണ് ചെയ്യുന്നത് എന്ന് എനിക്കങ്ങ് തോന്നിപ്പോകും. എങ്ങനെയാണ് ഈ പരിഹാസിയാണോ അതോ ഒരു ജ്ഞാനിയാകുന്നുവോ എന്നറിയുന്നത്? അത് ശാസനയോട് പ്രതികരിക്കുന്ന വിധം കൊണ്ട് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഏതെങ്കിലും കാര്യത്തിൽ പ്രബോധിപ്പിച്ചെന്നാൽ ഉടനെ തന്ത്രപരമായൊരു മറുപടി നൽകിയോ സ്വയം ന്യായീകരിച്ചോ രക്ഷപ്പെടുവാൻ ശ്രമിക്കാതെ പ്രബോധനത്തെ ശ്രദ്ധിക്കുകയും വേണ്ടത് ചെയ്യുകയും ചെയ്യുന്ന അവസ്ഥയാണ് ഒരു ജ്ഞാനിയുടെ ലക്ഷണം. നിങ്ങളുടെ വിമർശകരിൽ നിന്നും പഠിക്കുന്നതാണ് ജ്ഞാനത്തിൻ്റെ വഴി. മുഖസ്തുതി പറയുന്നവരിൽ നിന്നും ഒന്നും പഠിക്കുവാനില്ല എന്നോർക്കണം. വിമർശനമില്ലാതെ ആർക്കും വളരുവാൻ സാധിക്കില്ല. അതേസമയം തന്നെ പരിഹാസിയെ ശാസിക്കരുത്. യാതൊരു പ്രയോജനവും ഉണ്ടാകുകയില്ല എന്ന് മാത്രമല്ല, ആകെ നാറും സുഹൃത്തെ. പരിഹാസിയെ അവഗണിക്കുന്നതാണ് ഏറ്റവും നല്ലത്, ഗൗനിക്കാതിരിക്കുക. 10-ാം വാക്യത്തിൽ നാം കാണുന്നത്, യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭവും പരിശുദ്ധനെക്കുറിച്ചുള്ള പരിജ്ഞാനം വിവേകവുമാകുന്നു. ഈ വാക്യം ഇതിനു മുമ്പും കണ്ടതാണല്ലോ എന്ന് നിങ്ങൾ പറഞ്ഞേക്കാം. ഈ യുവാവ് ചെറിയ കുട്ടിയായി വീട്ടിലുണ്ടായിരുന്നപ്പോൾ അവന് നൽകിയ ആദ്യ പാഠം ഇതായിരുന്നു. 1-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ നാം അത് വായിച്ചു. യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു, ഭോഷന്മാരോ ജ്ഞാനവും പ്രബോധനവും നിരസിക്കുന്നു എന്ന്. ഇപ്പോൾ കുട്ടി വളർന്ന് കോളേജിൽ പ്രവേശിച്ചു. അവൻ ബിരുദത്തിന് പഠിക്കുകയാണ്. ജ്ഞാനത്തിൻ്റെ കോളേജിൽ അവൻ ഉപരിപഠനം നടത്തുകയാണ്. അവിടുത്തെ ആദ്യ പാഠവും ഇതുതന്നെയാണ്. യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭവും പരിശുദ്ധനെക്കുറിച്ചുള്ള പരിജ്ഞാനം വിവേകവുമാകുന്നു. അവിടെയാണ് നാം എല്ലാം ആരംഭിക്കുന്നത്. താങ്കൾ അവിടെ അല്ല ആരംഭിച്ചതെങ്കിൽ ഇതുവരെ ആരംഭിച്ചിട്ടില്ല എന്ന് ഞാൻ പറയും. ദൈവത്തെ കൂടാതെ ഈ ലോകത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ വിഡ്ഢിയാകുന്നു. നാം ജീവിക്കുന്ന ഈ കാലത്ത് നാം സുരക്ഷിതത്വത്തെക്കുറിച്ച് ശരിക്കും ബോധവാന്മാരാണ്, ഇല്ലേ? റോഡിലെ സുരക്ഷിതത്വം, വീട്ടിലെ സുരക്ഷിതത്വം, പ്രായമാകുമ്പോഴേക്കും വേണ്ട കാര്യങ്ങൾ, ഇതെല്ലാത്തിനും വേണ്ടി സംവിധാനങ്ങൾ ഉണ്ടല്ലോ. അതിലെല്ലാം നാം വളരെ സൂക്ഷ്മതയോടെ ഇടപെടുന്നുമുണ്ട്. എന്നാൽ എന്നെ ശ്രദ്ധിക്കുന്ന സുഹൃത്തേ, നിത്യതയുടെ കാര്യമോ? അതിനുവേണ്ടി എന്താണ് താങ്കളുടെ പദ്ധതി? വല്ല ഇൻഷുറൻസോ അതുപോലെ എന്തെങ്കിലും ഉണ്ടോ? ദൈവത്തെ കൂടാതെ ഈ ജീവിതം ജീവിക്കുന്നത് എത്ര മണ്ടത്തരമാകുന്നു. യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു. ഇനിയും 11ഉം 12ഉം വാക്യങ്ങൾ നോക്കിക്കാട്ടെ. ഞാൻ മുഖാന്തരം നിൻ്റെ നാളുകൾ പെരുകും, നിനക്ക് ദീർഘായുസ് ഉണ്ടാകും. നീ ജ്ഞാനിയാകുന്നുവെങ്കിൽ നിനക്ക് വേണ്ടി തന്നെ ജ്ഞാനിയായിരിക്കും. പരിഹസിക്കുന്നുവെങ്കിലോ നീ തന്നെ സഹിക്കേണ്ടി വരും. മിടുക്കനായിരിക്കുവാനാണ് താങ്കൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നിത്യതയ്ക്ക് വേണ്ടി താങ്കളുടെ ആത്മാവിനെ ഒരുക്കണം. എന്നാൽ ഒരു പരിഹാസിയായിരുന്നു കൊണ്ട് ഈ കാര്യങ്ങളെയെല്ലാം അവഹേളിക്കുവാനാണ് ലക്ഷ്യമെങ്കിൽ താങ്കൾ ന്യായവിധിയിലേക്കാണ് വരുന്നത്. ഞാൻ പറയുന്നത് അല്പം കർക്കശമായി തോന്നാവുന്നതാണ്. എന്നാൽ ആരെങ്കിലും പറയേണ്ടതുണ്ടല്ലോ.
അതായത് താങ്കൾ നരകത്തിലേക്കുള്ള വഴിയിലാണ് എന്നാരെങ്കിലും പറയണമല്ലോ. വഴി നേരെയാക്കാതെ സ്വന്തം വഴിയിൽ പോകുവാനാണ് പരിപാടിയെങ്കിൽ നഷ്ടം താങ്കൾക്ക് തന്നെയാണ്. ഇവിടെ ഈ എഴുത്തുകാരൻ എത്ര വ്യക്തമായിട്ടാണ് കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. ഇനിയും ഭോഷത്വമായവളുടെ സ്കൂളിനെക്കുറിച്ചും കൂടി ഇവിടെ പറയുന്നുണ്ട്. അതും കൂടെ നോക്കാം. 13-ാം വാക്യത്തിൽ, ഭോഷത്വമായവൾ മോഹപരവശയായിരിക്കുന്നു, അവൾ ബുദ്ധിഹീന തന്നെ, ഒന്നും അറിയുന്നതുമില്ല. ഭോഷത്വവും ഒരു സ്കൂൾ നടത്തുന്നുണ്ട്. ഈ കാര്യം ഓർക്കണം. ആ കൂട്ടർ നമുക്ക് ചുറ്റും വളരെയേറെ ഉണ്ട് സുഹൃത്തെ. 14-ാം വാക്യം, തങ്ങളുടെ പാതയിൽ നേരെ നടക്കുന്നവരായി കടന്നു പോകുന്നവരെ വിളിക്കേണ്ടതിന് അവൾ പട്ടണത്തിലെ മേടകളിൽ തൻ്റെ വീട്ടുവാതിൽക്കൽ ഒരു പീഠത്തിന്മേൽ ഇരിക്കുന്നു. അവിടെയും ഇവിടെയും എങ്ങും പോകേണ്ടതില്ല, അവർ അവളുടെ അടുത്ത് വന്നുകൊള്ളും. ആയിരങ്ങൾ ഈ പറഞ്ഞതുപോലെ സ്കൂളിൽ പോകുന്നുണ്ടല്ലോ. 16-ാം വാക്യം, അല്പബുദ്ധിയായവൻ ഇങ്ങോട്ട് വരട്ടെ, ബുദ്ധിഹീനനോടോ അവൾ പറയുന്നത്, മോഷ്ടിച്ച വെള്ളം മധുരവും ഒളിച്ചു തിന്നുന്ന അപ്പം രുചികരവുമാകുന്നു. എങ്കിലും മൃതന്മാർ അവിടെ ഉണ്ടെന്നും അവളുടെ വിരുന്നുകാർ പാതാളത്തിൻ്റെ ആഴത്തിലിരിക്കുന്നു എന്നും അവൻ അറിയുന്നില്ല. ജ്ഞാനികളെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന എത്രയെത്ര ആളുകൾ അവിടെ തിരിഞ്ഞ് ദുഃഖകരമായ അവസാനം പ്രാപിച്ചിരിക്കുന്നു. എത്രയെത്ര ജീവിതങ്ങൾ ഈ ഭോഷത്വമായവളുടെ കോളേജിൽ നശിച്ചിരിക്കുന്നു. എന്നാലും മനുഷ്യർ പഠിക്കുന്നില്ല എന്നതാണ് എനിക്ക് രസമായി തോന്നുന്നത്. 10-ാം അധ്യായത്തിലും കൂടി നമുക്ക് പ്രവേശിച്ച് ചില കാര്യങ്ങൾ പഠിക്കാം. 10-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ സദൃശവാക്യ പുസ്തകത്തിൻ്റെ 2ാമത്തെ പ്രധാന ഭാഗമാകുന്നു ഇവിടെ ആരംഭിക്കുന്നത്. തൻ്റെ ജീവിതത്തിനായി യുവ വിദ്യാർത്ഥിക്ക് ചില മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നു. ക്രിസ്തുവിൻ്റെ സ്കൂളിൽ താങ്കളും ഞാനും പഠിക്കേണ്ട പാഠങ്ങളാണ് ഇവ. 10-ാം അധ്യായത്തിൻ്റെ ആദ്യ വാക്യം തന്നെ ഇപ്രകാരമാണ്: ശലോമോൻ്റെ സദൃശവാക്യങ്ങൾ, ജ്ഞാനമുള്ള മകൻ അപ്പനെ സന്തോഷിപ്പിക്കുന്നു, ഭോഷനായ മകൻ അമ്മയ്ക്ക് വ്യസനഹേതുവാകുന്നു. ജ്ഞാനമുള്ള മകൻ അപ്പനെ സന്തോഷിപ്പിക്കുന്നു. എത്ര വാസ്തവമാണല്ലേ? സ്കൂളിൽ നല്ല മാർക്ക് വാങ്ങിയ ഒരു മകനെക്കുറിച്ച്, അല്ലെങ്കിൽ ഒരു മകളെക്കുറിച്ച്, നല്ല ബിരുദം ലഭിച്ച ഒരു മകനെക്കുറിച്ച്, കളികളിൽ സാമർഥ്യമുള്ള കുട്ടിയെക്കുറിച്ച് അപ്പൻ എത്ര സന്തോഷിക്കുന്നു, അഭിമാനം കൊള്ളുന്നു. എത്ര പേരോട് അതേക്കുറിച്ച് പറയും. എൻ്റെ മകനെ അവൻ ആ കോളേജിൽ പഠിപ്പിക്കുകയാണ്, ഈ സമ്മാനങ്ങളെല്ലാം എൻ്റെ കുട്ടിക്ക് ലഭിച്ചതാണ്, അവൻ ആ ഫുട്ബോൾ ടീമിൽ ഉണ്ട്. എന്നാൽ കുട്ടി തോൽക്കുകയോ പറയപ്പെടുന്ന വിധത്തിൽ സാമർഥ്യം കാണിക്കാതിരിക്കുകയോ ചെയ്തെന്നാൽ പിതാവ് വളരെയേറെ നിശബ്ദനായിരിക്കും, മിണ്ടില്ല. മകനെക്കുറിച്ച് അധികം ആരോടും ഒന്നും പറയില്ല. അവൻ തൻ്റെ വായ അടച്ചു തന്നെ നടക്കും. ശലോമോൻ ഇവിടെ പറയുന്നത് സാധാരണ നാം കാണുന്ന കാര്യം തന്നെയാണ്. എന്നാൽ ഭോഷനായ മകൻ അമ്മയ്ക്ക് വ്യസനഹേതുവാകുന്നു എന്ന് പറയുന്നു. ഈ പറഞ്ഞതുപോലെയുള്ള സമയത്ത് ദുഃഖിക്കുന്നത് അമ്മയാണ്. പിതാവ് മിണ്ടാതിരിക്കുകയും അതിനെ ഗണ്യമാക്കാതിരിക്കുകയും ചെയ്തെന്ന് വന്നേക്കാം. ജീവിതത്തിൻ്റെ എന്തൊരു ചിത്രമാണിത്! അതും എത്ര യഥാർത്ഥമായ ഒരു ചിത്രം. ഒരു മകൻ ഒന്നുകിൽ ജ്ഞാനിയായിരിക്കുന്നതാണ്, അതല്ല എങ്കിൽ ഭോഷനായിരിക്കും. 2-1 10-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ നാം കാണുന്നത്: ദുഷ്ടതയാൽ സമ്പാദിച്ച നിക്ഷേപങ്ങൾ ഉപകരിക്കുന്നില്ല, നീതിയോ മരണത്തിൽ നിന്ന് വിടുവിക്കുന്നു. ദുഷ്ടതയാൽ സമ്പാദിച്ച നിക്ഷേപങ്ങൾ ഉപകരിക്കുന്നില്ല എന്ന്. ഈ ആയുസ്സിൽ വളരെയേറെ സമ്പാദിച്ച് കൂട്ടിയവർ അതെല്ലാം ഇവിടെ കളയേണ്ടതായി വരും. അതൊന്നും തങ്ങളോടൊപ്പം കൊണ്ടുപോകുവാൻ അവർക്ക് കഴിയുകയില്ല, ആർക്കും കഴിയില്ല. അവർ ജീവിച്ചിരുന്നപ്പോൾ ഇതൊന്നും വാസ്തവത്തിൽ ആസ്വദിച്ചിട്ടുമില്ല എന്നതാണ് സത്യം. നേരെ ചൊവ്വേ സമ്പാദിച്ചാൽ പോലും ഇവിടെ കളഞ്ഞേച്ചു പോകണം എങ്കിൽ പിന്നെ ദുഷ്ടതയാൽ സമ്പാദിച്ചതോ? അടുത്ത തലമുറ അതെല്ലാം നാനാവിധമാക്കി കളയും സുഹൃത്തെ. നമ്മുടെ ചുറ്റുപാടും നോക്കിയാൽ ഇത് എത്ര വാസ്തവമാണെന്ന് കാണുവാൻ കഴിയും. ഇതൊക്കെ കണ്ടിട്ടും പലർക്കും പാഠമാകുന്നില്ല എന്നതാണ് വിചിത്രം. നീതിയോ മരണത്തിൽ നിന്ന് വിടുവിക്കുന്നു എന്ന് നാം കാണുന്നു. ക്രിസ്തു നമുക്ക് ജീവനായി മാത്രമല്ല ജ്ഞാനമായും തീർന്നിരിക്കുന്നു. അവനിൽ വിശ്വസിക്കുന്നവർ ആരും നശിച്ചു പോകുകയില്ല, പിന്നെയോ നിത്യജീവനെ പ്രാപിക്കും. 3-ാം വാക്യത്തിൽ
യഹോവ നീതിമാനെ പട്ടിണി കിടത്തുകയില്ല, ദുഷ്ടന്മാരുടെ കൊതിയോ അവൻ തള്ളിക്കളയുന്നു. എല്ലാവർക്കും ചേരുന്ന ഏതെങ്കിലും ഒരു സദൃശവാക്യം ഉണ്ടെന്നും ഓരോ സദൃശവാക്യവും ബൈബിളിലെ ഏതെങ്കിലും ഒരു കഥാപാത്രത്തിന് ചേരുന്നതാണെന്നുമാകുന്നു ഞാൻ ഇതിനു മുൻപ് പറഞ്ഞത്. ഇതേക്കുറിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ചപ്പോൾ നിങ്ങൾ പലതിനെക്കുറിച്ച് ചിന്തിച്ച് കാണും. യഹോവ നീതിമാനെ പട്ടിണി കിടത്തുകയില്ല എന്ന് പറയുമ്പോൾ നാം പെട്ടെന്ന് ഓർക്കുന്നത് ആരെയാ? യോസഫിനെ. ഉൽപ്പത്തി പുസ്തകത്തിലെ യോസഫിനെ. അവനെ മിസ്രൈമിലേക്ക് വിറ്റ് കളഞ്ഞപ്പോൾ തൻ്റെ ജീവിതത്തിൻ്റെ അന്ത്യത്തിൽ താൻ എത്തി എന്ന്, ദൈവം അകലത്തിലായി പോയി എന്നൊക്കെ അവന് തോന്നിക്കാണും. എന്നിട്ടും അവന് ദൈവത്തിൽ വിശ്വാസമുണ്ടായിരുന്നു. ദൈവം അവനെ തള്ളിക്കളഞ്ഞില്ല എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. ദൈവം കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചു. അങ്ങനെ അവൻ കാരാഗ്രഹത്തിൽ നിന്ന് വെളിയിൽ വരികയും അവനെ മിസ്രൈമിലെ പ്രധാനമന്ത്രിയാക്കുകയും ചെയ്തു. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കായി കരുതുന്നു. ഒരിക്കലും തന്നെ സ്നേഹിക്കുന്നവർക്ക് ദോഷത്തിനായി ദൈവം യാതൊന്നും ചെയ്യില്ല. ഇത് മനസ്സിലാക്കുവാനും മനസ്സിലാക്കിയാൽ തന്നെ അംഗീകരിക്കുവാനും പലർക്കും കഴിയുന്നില്ല എന്നത് ദുഃഖകരമാണ്. 4-ാം വാക്യത്തിൽ, മടിയുള്ള കൈകൊണ്ട് പ്രവർത്തിക്കുന്നവൻ ദരിദ്രനായിത്തീരുന്നു, ഉത്സാഹിയുടെ കൈയോ സമ്പത്തുണ്ടാക്കുന്നു. മനുഷ്യരിലെ വ്യത്യാസം എത്രമാത്രമാകുന്നു. ചില അനുഗ്രഹീത വിശ്വാസികളുണ്ട്. അവർ വളരെയേറെ ഉദാരമതികളാണ്. എന്നാൽ മറ്റുള്ളവർ തികച്ചും ലുബ്ധന്മാരാണ്. ഈ കൈ ഇറുക്കി പിടിക്കുന്നവന് അതുപോലെ തന്നെയുള്ള ജീവിതവുമായിരിക്കും. അവൻ എപ്പോഴും ഇറുക്കി പിടിച്ച അവസ്ഥയിലായിരിക്കും. എന്നാൽ അതിനെതിരായി ഈ ഔദാര്യ മനസ്കന് നിറഞ്ഞ ജീവിതമായിരിക്കും. ഈ വാക്യം അബ്രഹാമിന് യോജിക്കുന്നതാകുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ലേ? അവൻ മഹാമനസ്കനായിരുന്നു. തൻ്റെ ബന്ധുവായ ലോത്തിനോട് അവൻ പറഞ്ഞത്, ദേശത്തിൽ നിനക്കിഷ്ടമുള്ള ഭാഗം നീ എടുത്തുകൊള്ളുക, ശേഷിക്കുന്നത് ഞാൻ എടുത്തുകൊള്ളാം എന്നത്രേ. ഈ പറഞ്ഞതുപോലെ വസ്തു വീതിക്കുന്ന ഒരുവൻ ഉദാരമതി തന്നെ ആയിരിക്കും. തനിക്ക് വേണ്ടത് തിരഞ്ഞെടുക്കുവാനുള്ള അവകാശം അബ്രഹാമിനുണ്ടായിരുന്നു. വാസ്തവത്തിൽ അത് മുഴുവൻ അബ്രഹാമിൻ്റേതായിരുന്നു. യോർദാൻ്റെ താഴ്വരയാണ് ഏറ്റവും നല്ല ഭൂപ്രദേശം എന്ന് അബ്രഹാമിന് നല്ലവണ്ണം അറിയാമായിരുന്നു. ദൈവം അബ്രഹാമിനെയാണ് വിളിച്ചത്. അബ്രഹാമിനാണ് ആ ദേശം നൽകിയത്. അബ്രഹാം ഈ പറഞ്ഞ സ്ഥലം എടുക്കാതെ വന്നപ്പോൾ ലോത്ത് അബ്രഹാമിനെ മണ്ടനായി വിചാരിച്ച് കാണും. അങ്ങനെയാണല്ലോ ലോകം. എന്നാൽ അബ്രഹാം ലോത്തിന് ആദ്യം തിരഞ്ഞെടുക്കുവാൻ അവസരം കൊടുത്തപ്പോൾ ലോത്ത് ഫലഭൂയിഷ്ടമായ പ്രദേശം തിരഞ്ഞെടുത്തു. ഒരു മര്യാദയുമില്ലാതെ സ്വാർത്ഥപരമായി തന്നെ അവൻ ഏറ്റവും നല്ലത് തനിക്ക് വേണ്ടി തിരഞ്ഞെടുത്തു. എന്നാൽ അവസാനം അവന് സകലവും നഷ്ടമായി, അവൻ്റെ പേരും പോയി. ഇവിടെ പറയുന്നു, ഉത്സാഹിയുടെ കയ്യോ സമ്പത്തുണ്ടാക്കുന്നു. ബൈബിളിൽ ഒരുമിച്ച് പോകാത്ത 2 വാക്കുകൾ വിശ്വാസവും ഉദാസീനതയും എന്നുള്ളതാണ്. വിശ്വാസവും മടിയും. മടിയനായ ഒരു വിശ്വാസി ദൈവത്തിലുള്ള യഥാർത്ഥ വിശ്വാസം ഇല്ലാത്ത വ്യക്തിയാണ്. ശ്രദ്ധിച്ചല്ലോ, മടിയനായ ഒരു വിശ്വാസി വാസ്തവത്തിൽ ദൈവത്തിൽ വിശ്വാസമില്ലാത്ത വ്യക്തിയാണ്. ഉത്സാഹിയാണ് വേല ചെയ്യുന്നവൻ, അധ്വാനിക്കുന്നവൻ. ഇത് അപ്പോസ്തലനായ പൗലോസിൻ്റെ കാര്യമാണ് എന്നെ ഓർമ്മിപ്പിക്കുന്നത്. ദൈവം അവനെ വിളിച്ചപ്പോൾ ലഭിച്ചത് മടിയനായ ഒരു വ്യക്തിയെ ആയിരുന്നില്ല. മടിയന്മാരെ ദൈവത്തിന് ഉപയോഗിക്കാൻ വളരെ പ്രയാസമാകുന്നു എന്നാണ് ഞാൻ കരുതുന്നത്. കാര്യങ്ങൾ നാളത്തേക്ക് മാറ്റിവെക്കുന്നവൻ അത് നീളെ കൊണ്ടുപോകുന്ന മടിയനാണ്. ദൈവം അതൊരിക്കലും അംഗീകരിക്കുന്നില്ല. 10-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ നാം കാണുന്നത്, വേനൽക്കാലത്ത് ശേഖരിച്ചു വയ്ക്കുന്നവൻ ബുദ്ധിമാൻ, കൊയ്ത്തുകാലത്ത് ഉറങ്ങുന്നവനോ നാണം കെട്ടവൻ. വിപരീതത്വമുള്ള മറ്റൊരു സദൃശവാക്യം ഇതാ ഇവിടെ നാം കാണുന്നു. ബുദ്ധിമാൻ എന്ന് പറഞ്ഞിരിക്കുന്നത് വേനൽക്കാലത്ത് അധ്വാനിക്കുന്നവനെയാണ്. മടിയനാണ് കൊയ്ത്തുകാലത്ത് ഉറങ്ങുന്നവൻ. അവൻ തൻ്റെ വേല ചെയ്തു തീർക്കുന്നവനല്ല. അവനെക്കൊണ്ട് യാതൊന്നും ചെയ്തെടുക്കുവാൻ സാധ്യമല്ല. 6-ാം വാക്യം, നീതിമാൻ്റെ ശിരസിന്മേൽ അനുഗ്രഹങ്ങൾ വരുന്നു, എന്നാൽ ദുഷ്ടന്മാരുടെ വായ സാഹസം മൂടുന്നു. പഴയ നിയമത്തിലെ 2 മനുഷ്യരെക്കുറിച്ചുള്ള എത്ര നല്ലൊരു ചിത്രമാണ് ഇവിടെ നമുക്ക് ലഭിക്കുന്നത്. നീതിമാൻ്റെ ശിരസിന്മേൽ അനുഗ്രഹങ്ങൾ വരുന്നു. ശമൂവേലിൻ്റെ കാര്യമാണ് എന്ന് ഞാൻ ചിന്തിക്കുന്നു. ദുഷ്ടന്മാരുടെ വായ സാഹസം മൂടുന്നു. ഇത് ശൗലിനെക്കുറിച്ചുള്ള ചിന്തയാണ്.
7-ാം വാക്യത്തിലേക്ക് വന്നാട്ട്, നീതിമാൻ്റെ ഓർമ്മ അനുഗ്രഹിക്കപ്പെട്ടത്, ദുഷ്ടന്മാരുടെ പേരോ കെട്ടുപോകും. ചില വർഷങ്ങൾക്ക് മുൻപ് പ്രശസ്തരായിരുന്ന ചില വ്യക്തികളുടെ കാര്യമാകുന്നു ഇപ്പോൾ എൻ്റെ ഓർമ്മയിൽ വരുന്നത്. ഇപ്പോൾ അവർ ആരും അറിയാത്തവരെ പോലെ താണുപോയിരിക്കുന്നു. ഈ തലമുറയിലെ ജനത്തെ 50 വർഷങ്ങൾക്കുള്ളിൽ മറന്നുപോകും. എന്നാൽ അനേകം ഭക്തന്മാരുടെ ഓർമ്മ യുഗങ്ങളായി നിലനിൽക്കും. അവർ ദൈവത്തിനു വേണ്ടി വല്ലതുമൊക്കെ ചെയ്തവരാണ്. നമ്മുടെ നാട്ടിൽ തന്നെ സാധു കൊച്ചുകുഞ്ഞുപദേശി, നാഗൽ സാഹിബ്, മോശവത്സലം, അങ്ങനെ ഞാൻ പറയുവാൻ തുടങ്ങിയാൽ അനേകരുണ്ട്. നാളുകൾ കഴിഞ്ഞാലും അവരുടെ പേര് മനുഷ്യർ മറക്കില്ല. കാരണം നീതിമാൻ്റെ ഓർമ്മയാണത്. നീതിമാൻ്റെ ഓർമ്മ അനുഗ്രഹിക്കപ്പെട്ടത്. 8-ാം വാക്യം, ജ്ഞാനഹൃദയൻ കൽപ്പനകളെ കൈക്കൊള്ളുന്നു, വിടുവായനായ ഭോഷനോ വീണുപോകും. വിടുവായൻ ആരാകുന്നു എന്നറിയാമല്ലോ. എപ്പോഴും സംസാരിക്കുന്നവൻ. അവൻ ചിന്തിക്കുന്നത് താൻ ബുദ്ധിമാനാകുന്നു എന്നത്രേ. ഇതിൽ നിന്ന് വ്യത്യസ്തമായി ജ്ഞാനഹൃദയൻ കൽപ്പനകളെ കൈക്കൊള്ളും. ദാനിയേലിൻ്റെ ഉപദേശങ്ങളെ ശ്രദ്ധിച്ച് അഭിവൃദ്ധി പ്രാപിച്ച നെബൂഖദ്നേസർ രാജാവിനെക്കുറിച്ച് ഓർത്തുകൊള്ളുക. ബെൽസസർ എന്ന പേരോടുകൂടിയ മറ്റൊരു രാജാവുണ്ടായിരുന്നു. അവൻ ഒരു വിഡ്ഢിയായിരുന്നു. ഒരു രാത്രിയിലെ വിരുന്ന് അവൻ്റെയും അവൻ്റെ രാജ്യത്തിൻ്റെയും കഥ കഴിച്ചു. എങ്ങനുണ്ട്? 9-ാം വാക്യം നോക്കിക്കാട്ടെ. നേരായി നടക്കുന്നവൻ നിർഭയമായി നടക്കുന്നു, നടപ്പിൽ വക്രതയുള്ളവനോ വെളിപ്പെട്ടു വരും. സത്യസന്ധതയാണ് ഏറ്റവും നല്ല മാർഗം. വളഞ്ഞ വഴിയിലൂടെ പോകുന്നവൻ തീർച്ചയായും അബദ്ധത്തിലാണ് നടക്കുന്നത്. 10-ാം വാക്യം, കണ്ണുകൊണ്ട് ആംഗ്യം കാട്ടുന്നവൻ ദുഃഖം വരുത്തുന്നു, തുറന്ന് ശാസിക്കുന്നവനോ സമാധാനം ഉണ്ടാക്കുന്നു. വളരെ രസകരമായ ചില കാര്യങ്ങൾ നാം ഇവിടെ കാണുന്നു. കണ്ണും വായും തമ്മിൽ ഒത്തുവരണമെന്നാണ് പറയുന്നത്. ഒരു മനുഷ്യൻ എന്തെങ്കിലും പറഞ്ഞിട്ട് കണ്ണിറുക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം അവൻ പറഞ്ഞത് അവൻ അർത്ഥമാക്കുന്നില്ല എന്നാണ്. അവൻ്റെ വായും മനസ്സും തമ്മിൽ ഒക്കുന്നില്ല. അങ്ങനെ അവ തമ്മിൽ ഒക്കാതെ വരുമ്പോൾ ആയത് വളരെയേറെ ദുഃഖത്തിന് കാരണമാകും. അനേകരും ഈ പറഞ്ഞതുപോലെ ചെയ്യുമ്പോൾ ചിന്തിക്കുന്നത് തങ്ങൾ മറ്റുള്ളവരെക്കാൾ മിടുക്കന്മാരാകുന്നു എന്നാണ്. കണ്ണിറുക്കുന്നവരെ കണ്ടിട്ടില്ലേ? വാസ്തവത്തിൽ അത് ശരിയല്ല. അവർ മണ്ടന്മാരായതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. മറ്റുള്ളവരെ ഭോഷന്മാരാക്കുവാൻ ശ്രമിക്കുന്നവർ വാസ്തവത്തിൽ ഭോഷന്മാരാണ്. ഈ വാക്യം ആർക്കാണ് ചേരുന്നതെന്നറിയാമോ? ഇസ്കറിയോത്ത യൂദായുടെ കാര്യമാണ് എനിക്ക് ഓർമ്മയിൽ വരുന്നത്. യൂദായുടെ ചുംബനം വാസ്തവത്തിൽ ഒറ്റിക്കൊടുക്കലിൻ്റെ ചുംബനമായിരുന്നു. ചുംബനം സാധാരണ സ്നേഹം പ്രകടിപ്പിക്കുവാനുള്ളതാണ്. എന്നാൽ യൂദാ അത് ചെയ്തത് സ്നേഹം പ്രകടിപ്പിക്കുവാനായിരുന്നില്ല എന്നെല്ലാവർക്കും അറിയാം. ശരിയായ കാര്യം തെറ്റായ ലക്ഷ്യത്തോടെ ചെയ്യുക. ഒരിക്കലും പാപം ഈ പറഞ്ഞതുപോലെ മറച്ചു വെച്ചുകൊണ്ട് ജീവിക്കരുത്. അത് ശുഭമാകയില്ല. 13-ാം വാക്യത്തിൽ നാം കാണുന്നത്, വിവേകിയുടെ അധരങ്ങളിൽ ജ്ഞാനമുണ്ട്, ബുദ്ധിഹീനൻ്റെ മുതുകിനോ വടി കൊള്ളാം. ശലോമോൻ്റെ ജ്ഞാനം കേൾക്കുവാൻ ലോകം മുഴുവൻ വന്നു. എന്നാൽ ബുദ്ധിഹീനൻ്റെ മുതുകിനോ വടി കൊള്ളാം എന്ന് പറഞ്ഞിരിക്കുന്നത് ശലോമോൻ്റെ മകൻ രഹോബെയാമിനെ കുറിച്ചാകാം. അവൻ തൻ്റെ കൊട്ടാരത്തിലെ പ്രായം ചെന്ന ഉപദേശകരുടെ ആലോചനയെ കൈക്കൊണ്ടില്ല. മറിച്ച് തന്നോടൊപ്പം വളർന്ന യുവാക്കളുടെ ആലോചനയെ അവൻ ശ്രദ്ധിച്ചു. ഫലമോ അവൻ രാജ്യത്ത് ആഭ്യന്തര കലഹവും പിളർപ്പും കൊണ്ടുവന്നു. 14-ാം വാക്യത്തിൽ, ജ്ഞാനികൾ പരിജ്ഞാനം അടക്കി വെക്കുന്നു, ഭോഷൻ്റെ വായോ അടുത്തിരിക്കുന്ന നാശം. ജ്ഞാനിയായ മനുഷ്യനിൽ എല്ലാ സമയവും അറിവ് ശേഖരിക്കുന്നു. എന്നാൽ മൂഢനോ തൻ്റെ ഒരു കാൽ വഴുവഴുപ്പിലും മറ്റേ കാൽ ശവക്കുഴിയിലുമാണ്. യാതൊരു സ്ഥിരതയുമില്ലാത്ത അവസ്ഥ. ഇനി 16-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, നീതിമാൻ്റെ സമ്പാദ്യം ജീവഹേതുവും ദുഷ്ടൻ്റെ ആദായം പാപകാരണവും ആകുന്നു. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത് ജഡസംബന്ധി ആയിരിക്കുക എന്നാൽ മരണമെന്നാകുന്നു എന്നത്രേ. ഇതൊരു വിശ്വാസിയെ സംബന്ധിക്കുന്നതാണ്. മരണം എന്നതുകൊണ്ട് അവിടെ അർത്ഥമാക്കുന്നത് ദൈവത്തിൽ നിന്നുള്ള വേർപെടൽ അത്രേ. അതെ, ദൈവത്തിൻ്റെ കൂട്ടായ്മയിൽ നിന്നുള്ള വേർപെടൽ. ജഡീകനായ ഒരു വ്യക്തിയുമായി ദൈവം കൂട്ടായ്മ ആചരിക്കുവാൻ പോകുന്നില്ല. നീതിമാൻ്റെ സമ്പാദ്യം ജീവഹേതു എന്ന് പറയുമ്പോൾ ആയത് ദൈവവുമായുള്ള കൂട്ടായ്മയെക്കുറിച്ചാണ് പറയുന്നത്. ഇനി 17-ാം വാക്യം നോക്കിക്കാട്ടെ. പ്രബോധനം പ്രമാണിക്കുന്നവൻ ജീവമാർഗത്തിലിരിക്കുന്നു,
ശാസന ത്യജിക്കുന്നവനോ ഉഴന്നു നടക്കുന്നു. ഇത് ദാവീദിൻ്റെ മകൻ അബ്ശാലോമിന് ചേരുമില്ലേ? അവൻ ശാസനയെ അംഗീകരിച്ചില്ല. തൻ്റെ പിതാവിൽ നിന്നും രാജ്യം തട്ടിയെടുക്കുന്നതിന് അവൻ നടത്തിയ ശ്രമം ഒരു വലിയ തെറ്റായിരുന്നു. 18-ാം വാക്യം, പക മറച്ചു വെക്കുന്നവൻ പൊളിവായൻ, ഏഷണി പറയുന്നവൻ ഭോഷൻ. അത് കൊള്ളാം. ഒരുത്തൻ താങ്കളുടെ സ്നേഹിതനായി അഭിനയിച്ചു വന്ന് പിന്നീട് അവൻ താങ്കളുടെ യഥാർത്ഥ ശത്രു ആകുന്നു എന്ന് കണ്ടുപിടിക്കുന്നത് എത്ര ഭയങ്കരമാണ്. ആ വ്യക്തി വാസ്തവത്തിലൊരു മൂഢനാകും. താങ്കൾ അവനെ പിടികൂടും. 21-ാം വാക്യത്തിൽ കാണുന്ന, നീതിമാൻ്റെ അധരങ്ങൾ പലരെയും പോഷിപ്പിക്കും, ഭോഷന്മാരോ ബുദ്ധിഹീനതയാൽ മരിക്കുന്നു. വീണ്ടും എൻ്റെ മനസ്സിൽ വരുന്ന വ്യക്തി ഇസ്രായേലിലെ വലിയ ന്യായാധിപനായിരുന്ന ശമൂവേലിനെ കുറിച്ചാണ്. അതേസമയം ശൗൽ വിഡ്ഢി കളിക്കുകയായിരുന്നു. 22-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, യഹോവയുടെ അനുഗ്രഹത്താൽ സമ്പത്തുണ്ടാകുന്നു, അധ്വാനത്താൽ അതിനോടൊന്നും കൂടുന്നില്ല. എല്ലാ സുഖ സൗകര്യങ്ങളിലും ജീവിക്കുന്ന ചിലരുണ്ട്. അവർ ചിന്തിക്കുന്നത് അവർ അതിൽ അങ്ങ് ജീവിക്കുവാൻ പോവുകയാകുന്നു എന്നത്രേ. അവർ നിരന്തരം ഈ ആയുസ് മുഴുവൻ, മാത്രമല്ല ഈ ആയുസ്സിന് വളരെ ദീർഘമായ സമയമുണ്ട് എന്ന് ചിന്തിച്ച് അവർ അതിൽ സന്തോഷിച്ചങ്ങ് ജീവിക്കുവാൻ ശ്രമിക്കുകയാണ്. എന്നാൽ അവർ അവസാനത്തോടടുക്കുമ്പോൾ ജീവിതത്തെ അസഹനീയമായി കാണും. സുഖത്തിൽ ആറാടുന്നവരുടെ മുഖത്ത് യാതൊരു സന്തോഷവും കാണുന്നില്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? വളരെയേറെ സുഖസൗകര്യങ്ങളുണ്ട്, എന്നാൽ മുഖത്ത് യാതൊരു സന്തോഷവുമില്ല. അതെ, മനുഷ്യൻ്റെ സമ്പാദ്യമൊക്കെ അത്രയും സന്തോഷമേ തരൂ. ദൈവമാകുന്നു വാസ്തവത്തിൽ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നത്. 27-ാം വാക്യത്തിൽ നാം കാണുന്നു, യഹോവ ഭക്തി ആയുസ്സിനെ ദീർഘമാക്കുന്നു, ദുഷ്ടന്മാരുടെ സംവത്സരങ്ങളോ കുറഞ്ഞു പോകും. പഴയ നിയമകാലത്ത് ഇത് വളരെ വാസ്തവമായിരുന്നു. തന്നെ അനുസരിക്കുന്നവർക്ക് ദൈവം ദീർഘവർഷങ്ങൾ വാഗ്ദാനം ചെയ്തിരുന്നു. ദീർഘായുസ് അവൻ ഇന്ന് അത് വാഗ്ദാനം ചെയ്യുന്നില്ലേ എന്ന് താങ്കൾ ചോദിച്ചേക്കാം. ഇല്ല, ഇന്ന് നമുക്കുള്ള വാഗ്ദത്തം നിത്യജീവനാണ്. അതാണ് നല്ലത്. 28 മുതലുള്ള വാക്യങ്ങൾ, നീതിമാന്മാരുടെ പ്രത്യാശ സന്തോഷമാകുന്നു, ദുഷ്ടന്മാരുടെ പ്രതീക്ഷയ്ക്കോ ഭംഗം വരും. യഹോവയുടെ വഴി നേരുള്ളവനൊരു ദുർഗം, ദുഷ്പ്രവൃത്തിക്കാർക്കോ അത് നാശകരം. നീതിമാൻ ഒരു നാളും കുലുങ്ങിപ്പോകുകയില്ല, ദുഷ്ടന്മാരോ ദേശത്ത് വസിക്കുകയില്ല. നീതിമാൻ്റെ വായ് ജ്ഞാനം മുളപ്പിക്കുന്നു, വക്രതയുള്ള നാവോ ഛേദിക്കപ്പെടും. നീതിമാൻ്റെ അധരങ്ങൾ പ്രസാദകരമായതറിയുന്നു, ദുഷ്ടന്മാരുടെ വായോ വക്രതയുള്ളതാകുന്നു. ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് ചരിത്രത്തെ ഒന്ന് നോക്കുക. ലോക നേതാക്കന്മാരെല്ലാം മൺമറഞ്ഞു. അതേ, ലോകത്തെ കിടുകിട വിറപ്പിച്ചവർ എന്ന് നാം ചിന്തിച്ചവർ മാറ്റപ്പെട്ടു. എന്നാൽ ഇവിടെ വായിക്കുന്നത്, നീതിമാൻ ഒരു നാളും കുലുങ്ങിപ്പോകുകയില്ല, ദുഷ്ടന്മാരോ ദേശത്ത് വസിക്കുകയില്ല. ഈ താരതമ്യ പഠനം തീർച്ചയായും നമ്മെ ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കുവാൻ സഹായിക്കുന്നതാണ്. താങ്കൾ ഏത് തിരഞ്ഞെടുക്കും? ജ്ഞാനമായവൾ തൻ്റെ മക്കൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന 7 തൂണിന്മേൽ തീർത്ത വീടും അവൾ ഒരുക്കിയിരിക്കുന്ന ശ്രേഷ്ഠമായ മേശയും മറ്റുമാണ് നാം ഇന്ന് കണ്ടത്. ദൈവം മനുഷ്യരെ വിളിക്കുന്നത് ലോകസ്ഥാപനം മുതൽ അവർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ദൈവരാജ്യത്തിലേക്കാണ്. അതെ, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല എന്നാണ് തിരുവചനം പറയുന്നത്. ദുഷ്ടനും നീതിമാനും തമ്മിലുള്ള വ്യത്യാസം എത്ര വ്യക്തമായിട്ടാണ് 10-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഈ ലോകത്തിൽ മാത്രമല്ല, വരുവാനുള്ള ലോകത്തിലും നാം ആ വ്യത്യാസം കാണുവാൻ പോവുകയാണ്. കർത്താവായ യേശുക്രിസ്തുവിലേക്ക് വരുവാനുള്ള ക്ഷണം സ്വീകരിക്കാത്ത ആരെങ്കിലും ഇന്ന് ഞങ്ങളെ കേൾക്കുന്നുണ്ടെന്ന് വരികിൽ, ദൈവം നിങ്ങളെ വിളിക്കുന്നത് അവിടുന്ന് മാനവജാതിക്ക് വേണ്ടി ക്രിസ്തുയേശുവിലൂടെ ഒരുക്കിയിരിക്കുന്ന സ്വർഗീയ അനുഗ്രഹങ്ങളിലേക്കാണ്. സ്വീകരിച്ചാട്ടെ. ക്രിസ്തു പറഞ്ഞു, എന്നെ കൈക്കൊള്ളുന്നവൻ എന്നെ അയച്ചവനെ കൈക്കൊള്ളുന്നു. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 40-ാം വാക്യത്തിൽ. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവിടുന്ന് അധികാരം കൊടുത്തിരിക്കുകയാണ്. ദൈവം നിങ്ങളെ അതിന് പ്രാപ്തരാക്കട്ടെ.